പണിയുന്ന ദൈവം, കാക്കുന്ന ദൈവം. ഞാൻ നിങ്ങളോട് പറയാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ച ദൈവം തന്ന ദൂത്, വീട് പണിയുന്ന ദൈവം, നമ്മെ കാക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. യഹൂദനെ പറ്റിയൊരു പരാജയം, വീട് പണി ആരംഭിച്ചപ്പോഴേ പണിയാൻ ഉപയോഗിക്കേണ്ട കല്ല് അവർ തള്ളിക്കളഞ്ഞു. പത്രോസ് അപ്പോസ്തലനും സെക്കറിയ പ്രവാചകനും യെശയ്യാവുമെല്ലാം അതെടുത്തു പറയുന്നുണ്ട്. പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് എടുത്തവരെ പെട്ടെന്ന് വായിക്കണം. അപ്പോൾ തുടക്കത്തിലെ അവർക്കൊരു പരാജയം പറ്റി. പണിയപ്പെടാൻ വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട മൂലക്കല്ല്, അടിസ്ഥാനക്കല്ല് അവരെന്ത് ചെയ്തു? പറഞ്ഞേ, തള്ളിക്കളഞ്ഞു. അർത്ഥാൽ അവർ ഭയങ്കര പണി പണിതെങ്കിലും പണിയണ്ടവനെ ചേർത്ത് പണിയാഞ്ഞത് കൊണ്ട് ആ പണിയെല്ലാം പിന്നത്തേതിൽ പൊളിഞ്ഞുപോയി. ഇന്നും അത് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിഷയം അതൊന്നുമല്ല. ദൈവം പറയുകയാണ്, നീ എങ്ങനെയൊക്കെ പണിതാലും നിന്റെ ഭവനത്തെ, നിന്റെ കുടുംബജീവിതത്തെ, നിന്റെ തലമുറയെ, നിന്റെ ഭൗതികത്തെ, നിന്റെ ആത്മീകത്തെ ഞാൻ പണിയുന്നില്ലെങ്കിൽ നീ നന്നാ കാലത്ത് എഴുന്നേറ്റോ, ഒത്തിരി വൈകി ഉറങ്ങിയോ, എന്തെല്ലാം പണിതാലും ആ പണി ശരിയാകത്തില്ലെന്ന് വചനം പറയുക. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്കി പറഞ്ഞാൽ, ദൈവത്തെ കൂടാതെയുള്ള ഒരു പണിയും ഇതുവരെ വിജയിച്ചിട്ടില്ല, ഇനിയൊട്ട് വിജയിക്കത്തുമില്ല. അതുകൊണ്ട് ഭക്തൻ നമ്മളെ ഒന്ന് ഓർപ്പിക്കുകയാണ്, പണിയുന്നവരെ, എല്ലാവരുടെയും ആഗ്രഹമാണ് ഒന്ന് പണിത് എല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്യണമെന്ന്. ആഗ്രഹമില്ലാത്ത ആരുമില്ല. നമ്മൾ ഈ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും യോഗത്തിന് വരുന്നതും പോകുന്നതും എല്ലാം ആത്മീയത്തിൽ വന്നതിൻ്റെ എല്ലാം പുറകിലെ ലക്ഷ്യം പൊളിഞ്ഞു പോയ ചില പണികളെ ദൈവം തിരിച്ച് പണിയണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽ നമ്മൾ ഓർത്തോണം, നമ്മുടെ ഏതെങ്കിലും ഒരു കഴിവ് കൊണ്ട് ഇതെല്ലാം കൂടെ ഞാൻ രാപകൽ അധ്വാനിച്ച്, നിങ്ങൾക്കറിയാമോ, ഞാൻ നന്നാ കാലത്ത് എഴുന്നേറ്റു, ഒത്തിരി വൈകി കിടന്ന് അധ്വാനിച്ച്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊന്നും ഒരു പണിയും വിജയിക്കത്തില്ല. വിജയിക്കണമെങ്കിൽ നിൻ്റെ പണിയുടെ കൂടെ ആര് വേണം? ദൈവം വേണം. ഞാൻ മടങ്ങി വരാം. 2, നീ എത്രയൊക്കെ സൂക്ഷിച്ചാലും നിന്നെ റോന്ത് ചുറ്റി നോക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അവൻ നിന്നെ അവസരം കിട്ടിയാൽ അടിച്ച് തകർത്തിരിക്കും. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ കാക്കുന്നില്ലെങ്കിൽ നീ എത്ര ശക്തമായ കാവൽ വെച്ചാലും കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുകയാണ്. നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ദൈവം സാത്താനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സാത്താനോട് ചോദിക്കുന്ന ചോദ്യമാണ്, അതിൻ്റെ മുകളിൽ സാത്താനോടൊന്നില്ലേ? അങ്ങനെയാണ്. അതിന് ദൈവം സാത്താനോട്, അവിടെ വാക്ക്, യഹോവ സാത്താനോട് അടുത്ത വാക്യം ഈ സംഭവം വല്ലോ ഇയ്യോബ് ഇപ്പം അറിയുന്നുണ്ടോ? എന്നെ നോക്കി വായിച്ചുകൊണ്ടിരിക്കല്ലേ.
സ്വർഗത്തിൽ ഒരു വലിയ വാദപ്രതിവാദം നടക്കുകയാണ്. ആര് തമ്മിൽ? കാവൽ കാക്കുന്ന ദൈവവും തകർക്കുന്ന സാത്താനും തമ്മിൽ വാദപ്രതിവാദം. ഇതൊന്നും വീട്ടിലിരിക്കുന്ന പാവം ഇയ്യോബ് അറിയുന്നേ ഇല്ല. ഇന്ന് പകൽ നീ ഇവിടെ ഹോളി വന്നിരിക്കുക, ഞാൻ സ്റ്റേജിൽ നിൽക്കുക. പക്ഷെ മറ്റൊരു ഭാഗത്ത് നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ അറിയണം. അവൻ നിന്റെ വീടിൻ്റെ ചുറ്റും വന്ന് റോന്തി ഉറ്റിപ്പോൾ നീ കണ്ടില്ല. അവൻ നിന്റെ തലമുറയെ നോക്കി വട്ടമിട്ട് പോയത് നീ കണ്ടില്ല. നിന്റെ കുഞ്ഞ് പാർക്കുന്ന ദേശത്ത് അവനെ ശ്രദ്ധിച്ചത് നീ കണ്ടില്ല. പക്ഷെ നിന്നെ കാണുന്ന കണ്ണ്, സ്വർഗത്തിലെ അപ്പച്ചന്റെ കണ്ണ്, അത് കണ്ടു. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ മിടുക്കൊന്നുമല്ല, ഞാൻ അറിയാതെ എനിക്ക് ചുറ്റും, എൻ്റെ കുടുംബത്തിന് ചുറ്റും, എൻ്റെ സകല സമ്പത്തിന് ചുറ്റും, എൻ്റെ തലമുറയ്ക്ക് ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവര് ഈ പകൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിച്ചേ. നിന്റെ ഗമനത്തിലും ആഗമനത്തിലും എല്ലാം നിന്നെ വേലി കെട്ടി സൂക്ഷിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നീ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാദപ്രതിവാദം നടക്കുക. നിന്റെ പ്രതിയോഗിയും നിന്റെ രക്ഷകനും തമ്മിൽ, നിന്റെ സംരക്ഷകനും നിന്റെ എതിരാളിയും തമ്മിൽ. നമ്മുടെ ഈ ചെറിയ കണ്ണിനത് കാണത്തില്ല, നമ്മുടെ നഗ്ന നേത്രങ്ങൾ അത് വെളിപ്പെടത്തില്ല. നിന്റെ പെരയുടെ ചുറ്റും വെച്ച CC ക്യാമറയിൽ അത് പതിയത്തില്ല, അവൻ വന്നതും പോയതും. പക്ഷെ കണ്ട് അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ള ഒരുവനുണ്ട്. അവൻ പറയണം, ഞാൻ നിന്നെ കാക്കുന്നില്ലെങ്കിൽ ഇന്ന് രാവിലെ കുടുംബങ്ങൾക്ക് ചുറ്റും കാവൽ നിൽക്കുന്ന ഒരു വലിയ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവര്. എന്താ കാവല്? സെഖരിയാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ച്. സെഖരിയാവ് 2:5. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. സെഖരിയാ പ്രവാചകൻ ഇദ്ദോ പ്രവാചകന്റെ മകനായിരിക്കുന്ന ബെലഖ്യാവിന്റെ മകനാണ് സെഖരിയാവ്. വല്യപ്പൻ പ്രവാചകനായിരുന്നു. കൊച്ചുമകനും ആരായി? പറഞ്ഞേ, പ്രവാചകനായി. സ്തോത്രം. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും പറയാനുണ്ടോ അമ്മ പ്രാർത്ഥനക്കാരിയായിരുന്നു, കൊച്ചുമോനും പ്രാർത്ഥനക്കാരനാന്ന്? തീമത്യോസിനോട് പറയാണ് പൗലോസ്, എടാ നിന്നോടുള്ള എൻ്റെ സ്നേഹം, നിന്നെ എന്നെ നിജപുത്രനായിട്ട് എടുത്തതിന് കാര്യം നിന്റെ വല്യമ്മച്ചി പ്രാർത്ഥനക്കാരിയായിരുന്നു, നിന്റെ അമ്മ പ്രാർത്ഥനക്കാരിയായിരുന്നു. നിന്റെ വല്യമ്മച്ചി പ്രാർത്ഥിച്ചത് അങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുമായിരുന്നു. നിന്റെ അമ്മയും പ്രാർത്ഥിച്ചത് അങ്ങനെ സംഭവിക്കുന്നു വിശ്വസിക്കുമായിരുന്നു. അടുത്ത തലമുറ കൊച്ചുമോനിലേക്കും ആ വിശ്വാസം പകർന്നിരിക്കുക. ഇന്ന് രാവിലെ ഇദ്ദോ പ്രവാചകന്റെ മോൻ ബെലഖ്യാവിന്റെ മകൻ സെഖരിയാവ് പ്രവാചകനായെങ്കിൽ അന്ന് കരഞ്ഞൊരു വല്യപ്പനുണ്ട്. അന്ന് കരഞ്ഞൊരു വല്യപ്പൻ പ്രവചിച്ചപ്പോൾ കൊച്ചുമകനും പ്രവാചകനായെങ്കിൽ ആരാധനാലയത്തിൽ കൊച്ചു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഇവിടെ ഞായറാഴ്ച നമ്മുടെ കുഞ്ഞുങ്ങൾ ഭയങ്കര പരിപാടിയാണ്. തോന്നില്ല, വലിച്ചു കയറും, ഭയങ്കര പരിപാടിയാണ്. ഞാൻ തന്നെ ചുമ്മാ ഒരു വടി ഇവിടെ കൊണ്ടുവച്ചോളൂ, ഒറ്റ ഒരുത്തം ചലിച്ചിട്ടില്ല, അടിക്കൊന്നും കൊടുക്കണ്ട. ഈ വടി ഇവിടെ താഴെ വെച്ചിട്ടുള്ളൂ, അവരത് കണ്ടു. അപ്പോൾ അവരിതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാ? പറ. അത്രേ ഉള്ളൂ, കറക്റ്റ് കാര്യം. ചുമ്മാ മുട്ടയും പാലും പെറോട്ടായി നൂഡിൽസും കൂടെ കുത്തിക്കയറ്റുന്നതിനിടയ്ക്ക് ഭയപ്പെടുത്തി പഠിപ്പിച്ചോണം, തലമുറ നല്ലപോലെ വളർത്തിക്കോണം. ഇദ്ദോ പ്രവചിച്ചു, കൊച്ചുമകൻ സെഖരിയാവ് പ്രവചിക്കുക. ഇന്ന് പകൽ നിന്റെ കൊച്ചു തലമുറകൾ പ്രവചിക്കണം. ആരാധനത്തിൽ വന്ന് കയ്യും കെട്ടി വായും തുറക്കാതെ വേദപുസ്തകം വായിക്കാതിരിക്കാനല്ല. നീ ഒന്ന് പ്രാർത്ഥിച്ചേ, രാവിലെ കൈ ചൂണ്ടി പ്രാർത്ഥിച്ചേ.
കൈ ചൂണ്ടി പ്രാർത്ഥിച്ച കർത്താവ്, എൻ്റെ തലമുറകളിലേക്ക് ദൈവത്തിൻ്റെ ഒരു വലിയ കരം ഇന്ന് പകൽ ഇറങ്ങി വരണം. എൻ്റെ തലമുറയുടെ മേലുള്ള പൈശാചിയെ കെട്ടഴിയണം. ഇന്ന് പകൽ അവരാരാധിക്കുന്നവരായി, പ്രാർത്ഥിക്കുന്നവരായി, ദൈവകൃപ അനുഭവിക്കുന്നവരായി, ദൈവത്താൽ മാനിക്കപ്പെടുന്ന തലമുറയായി മാറണം. അപ്പൊ ഈ എതിർപ്പുകളുടെ നടുവിൽ അതിശക്തമായി പ്രവചിച്ച പ്രവാചകനാണ് സെഖരിയ. സെഖരിയാവ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം അനുഗ്രഹിച്ചവൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കേട്ടില്ല? പ്രൈസ് ദി ലോർഡ്. ഇത്തോ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ഓർത്തവൻ. കുറിച്ച് വെച്ചോണം, ഇത്തോ എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? അപ്പം വല്യപ്പനെ ദൈവം ഓർത്തു, കൊച്ചുമോനെ ദൈവം അനുഗ്രഹിച്ചു. നിങ്ങൾ ഒന്നും മിണ്ടുന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? അനുഗ്രഹം രാവിലെ ഞായറാഴ്ച ഉപദേശി പ്രസംഗിച്ച ഒഴുകി വരുന്ന സാധനമല്ല. വല്യപ്പൻ ദൈവത്തെ അറിഞ്ഞു, ദൈവം ആ മനുഷ്യനെ ഓർത്തു, കൊച്ചുമകനെ ദൈവം അനുഗ്രഹിച്ചു. അവൻ ലോകം കണ്ട ശക്തനായ പ്രവാചകനായെങ്കിൽ ഇന്ന് നിന്നെ ദൈവം ഓർക്കണം, നിന്റെ കുടുംബത്തെ ദൈവം ഓർക്കണം, നിന്റെ തലമുറയെ ദൈവം ഓർക്കണം, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ദൈവം ഓർക്കണം. സന്തോഷമുണ്ടെങ്കിൽ എല്ലാവരും കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഇന്ന് പകൽ ദൈവം ചിലതിനെ ഓർക്കുന്ന പകല. ഹലോ, ഇത് വല്യപ്പൻ കോടാലിയും കൊണ്ടും വാക്കത്തിയും കൊണ്ടും നടന്നല്ല. വല്യപ്പൻ ദൈവത്തെ സേവിച്ചു. കൊച്ചുമക്കൾ വന്നപ്പോൾ ആരും മടക്ക് പറയണ്ട, ഉപദേശി വടിയും കൊണ്ട് നിൽക്കണ്ട. അവൻ പ്രവാചകനായി മാറി. അവന്റെ പ്രവാചകം എന്തുവാ? പ്രവാസകാലത്ത് ജനിച്ചോനാ. ഒരല്ലേ പറയണം. ഏത് കാലത്താ? അടിമകളായി പ്രവാസികളായി പിടിച്ചോണ്ട് പോഴത്ത് വെച്ച് ബെരഖ്യാവിന് ജനിച്ച സെഖരിയാവെന്ന യൗവനക്കാരൻ പ്രതിസന്ധികളുടെ നടുവിൽ ശക്തനായ പ്രവാചകനായി. എന്നിട്ട് അവൻ ജനത്തോട് പറയാണ്, നിന്നെ സൂക്ഷിക്കുന്ന ഒരു അഗ്നിമതിലുണ്ട്. സ്വത്രം പറഞ്ഞില്ല. ഓ, പ്രവാസിയായി കിടക്കുമ്പോ പറയാണ്, ഇസ്രായേലേ നീ പേടിക്കരുത്, ദൈവം തന്റെ ജനത്തിന് ചുറ്റും. പറയെല്ലാരും, എത്ര പേര് രാവിലെ കാണുന്നുണ്ട്? നിന്റെ ഗേറ്റ് കണ്ടല്ല പിശാച് കയറാഞ്ഞേ, നിന്റെ മതില് കണ്ടല്ല പിശാച് കയറാഞ്ഞേ. എന്റെ ദൈവം നിനക്ക് ചുറ്റും ഒരു തീമതിലായിരുന്നു. നിന്റെ പ്രാണനെ സൂക്ഷിച്ച, നിന്റെ സമ്പത്തിനെ സൂക്ഷിച്ച, നിന്റെ തലമുറയെ സൂക്ഷിച്ച ഒരു ദൈവത്തിന്റെ അഗ്നിമതിൽ. കണ്ടോ? സെഖരിയാവ് ജനത്തെ ദൂത് പറഞ്ഞു ബലപ്പെടുത്തുക. ജനം എവിടെ കിടക്കുക? അടിമത്തത്തിൽ കിടക്കുക, പ്രവാസികളായി കിടക്കുക. അവർക്കിപ്പോൾ ആരാധനാലയമില്ല, പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല, പുരോഹിതനില്ല, ലേവ്യനില്ല, യാഗമില്ല, ഒന്നുമില്ല. പക്ഷേ ഒരു കൊച്ചുമോൻ എഴുന്നേറ്റു. വല്യപ്പനിൽ നിന്ന് അപ്പനിലേക്കും അപ്പനിൽ നിന്ന് കൊച്ചുമോനിലേക്കും പകർന്ന ദൈവം കൊണ്ട് അവൻ എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റ് പറയുകയാണ്, നിനക്ക് ചുറ്റും ദൈവം ഒരു. പറഞ്ഞേ, ഇന്ന് രാവിലെ വീട്ടിൽ ആരെങ്കിലും ആക്കിയിട്ട് പോന്ന നീ പേടിക്കണ്ട. നീ ഇവിടെ വന്ന് അവിടെ ഇരുന്നില്ലെങ്കിലും ദൈവം സൂക്ഷിക്കും. നിന്റെ പ്രൊട്ടക്ഷൻ കൊണ്ടൊന്നുമല്ല അവർ സൗഖ്യമായിരിക്കുന്നത്. ഇന്ന് രാവിലെ തീമതിലായി നിൽക്കുന്ന, പ്രാണന് ചുറ്റും തീമതിലായി നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ സാത്താൻ കുറെ ദിവസമായിട്ട് ഇതുവഴി വട്ടം കറങ്ങുക. പ്രാർത്ഥിക്കുന്നവന്റെ പെരയുടെ ചുറ്റും, നിഷ്കളങ്കന്റെ പെരയുടെ ചുറ്റും, ദോഷം വിട്ടകരുന്നവന്റെ പെരയുടെ ചുറ്റും, യഹോവ ഭക്തന്റെ പെരയുടെ ചുറ്റും, മക്കൾക്ക് വേണ്ടി പാപം ചെയ്തോന്ന് ഓർത്ത് യാഗം കഴിക്കുന്നവന്റെ പെരയുടെ ചുറ്റും ഒരുത്തം നടക്കുക. ഹലോ, സെക്യൂരിറ്റി കണ്ടില്ല, പാറാവുകാരൻ കണ്ടില്ല, രാത്രി ഇതുവഴി ഡ്യൂട്ടിക്ക് ഇറങ്ങിയ പോലീസുകാർ കണ്ടില്ല. പക്ഷെ സ്വർഗത്തിലെ അപ്പച്ചൻ കണ്ടു. നല്ല സ്തോത്രം പറയണം. ഇന്ന് രാവിലെ എത്ര പേര് രാവിലെ വിശ്വസിച്ച് എൻ്റെ കുടുംബത്തെ തലമുറയെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കർത്താവ് എനിക്കുണ്ടെന്നൊന്ന് ഉറച്ച് വിശ്വസിച്ച് അവൻ പണിയുന്നില്ലെങ്കിൽ നീ വൃഥ അധ്വാനിക്കുകയാ. അവൻ കാക്കുന്നില്ലെങ്കിൽ നീ വെറുതെ കാവൽ നിൽക്കുകയാ. ഇന്ന് പകൽ നീ പറ, നിന്റെ കാവലിനായി പ്രതിയെ പൊക്കിയെടുത്ത് ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ചോദിച്ചു, എടാ സാത്താനെ,
നീ എവിടെ നിന്ന് വരുവാ? അവൻ പറഞ്ഞു, ഞാനിങ്ങനെ ഭൂമിയിലെല്ലാം കൂടെ ഊടാടി സഞ്ചരിച്ചിട്ട് വരിക. എന്നിട്ട് ബില്ലാദനെ കണ്ടോ? കണ്ടില്ല. അംബാനിയെ കണ്ടോ? കണ്ടില്ല. അദാനിയെ കണ്ടോ? കണ്ടില്ല. പിന്നെ ആരെയാ കണ്ടേ? പ്രാർത്ഥിക്കുന്ന ബന്ധിക്കോസുകാരനെ. മിണ്ടുന്നത്. ഹലോ, മനസ്സിലായില്ല? ഭൂമിക്കടിയിൽ എമ്പെടുത്താഴ്ച തുരങ്കം ഉണ്ടാക്കിയിട്ട് ഇസ്രായേലിനെ ബോംബ് വെക്കാൻ പോകുന്നതിനെ അവൻ കണ്ടില്ല. അവൻ കണ്ടത് പ്രാർത്ഥിക്കുന്നവനെ, ഉപവസിക്കുന്നവനെ, ആരാധിക്കുന്നവനെ, കരയുന്നവനെ, തലമുറയ്ക്ക് വേണ്ടി ഇടിമിനിക്കുന്നവനെ അവൻ കണ്ടിട്ട് ചുറ്റി നടക്കുകയാണ്. ഇന്ന് രാവിലെ ചില പോരുകളെ ദൈവം അഴിക്കുകയാ. നീ അറിയാതെ നിന്റെ കുടുംബത്തിന് ചുറ്റും വ്യാപരിക്കുന്ന ചില പോരുകളുടെ മേൽ ഇന്ന് പകൽ ദൈവാത്മാവ് ജയമെടുക്കാൻ പോകുകയാ. ഇവൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, പണ്ട് തമിഴ്നാട്ടിൽ വളരെ അറിയപ്പെടുന്ന സുപ്പയ്യ പിള്ള എന്ന് പറയുന്ന ഒരു ദുർമന്ത്രവാദി ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് യോശുവ എന്ന് പറഞ്ഞ വലിയ പ്രവാചകനും പ്രസംഗകനുമായിട്ട് മാറി. അപ്പോൾ ഈ നിങ്ങൾക്കത് എന്തോന്നിൻ്റെ പുസ്തകം നമ്മുടെ ഇതിനകത്ത് പരിശോധിച്ച സുപ്പയ്യ പിള്ള അടിച്ചാൽ മതി, കിട്ടും. വലിയ ദുർമന്ത്രവാദിയാണ് അയാൾ. അതിഭീകരമായ 5 അന്യാരാധന ശക്തിയെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കും. ആരെ കൊല്ലണമെങ്കിലും സുപ്പയ്യ പിള്ളയോട് പറഞ്ഞാൽ മതി. സുപ്പയ്യ പിള്ള വിചാരിച്ചാൽ ആ രാത്രി അവൻ കൊന്നിരിക്കും. അപ്പോൾ ഇതറിയാവുന്ന ഒരാൾ ചെന്നിട്ട് സുപ്പയ്യ പിള്ളയോട് പറഞ്ഞു, ഇന്ന വ്യക്തിയെ കൊല്ലണം. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഇത്ര രൂപ പീസാണ്. പീസ് മേടിച്ചു. ഈ 5 ദൈവങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ഒരാളിനെ ഇവൻ വെറും ഒരു നമ്മുടെയൊക്കെ ഭാഷ പറഞ്ഞ ഒരു പീക്കിരിയാന്നുള്ള നിലയിൽ ആളിനെ അയച്ചു. അവൻ പോയി മറ്റ് തിരിച്ചു വന്ന് പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല, ചുറ്റും തീയാന്ന് പറഞ്ഞു. അപ്പോൾ ഈ സുപ്പയ്യ പിള്ളയ്ക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായ സംഭവമാണ്. ദേഷ്യം വന്നിട്ട് രണ്ടാമത്തെ അതിനെക്കാട്ടി കൂടിയ പുള്ളി അയച്ചു. അവൻ ചെന്നപ്പോൾ അതിർത്തി കടക്കുന്നതിന് മുമ്പ് അവൻ തിരിച്ചോടി വന്നു. അന്ന് പറഞ്ഞു, ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ നീ എന്തുവാ കണ്ടേ? അത് ആ പെര മൊത്തം കത്തിക്കൊണ്ടിരിക്കുകയാണ്. സുപ്പയ്യ പിള്ള 3ാമത്തെ ആളിനെ വിട്ടപ്പോൾ 4ാമത്തെ പുള്ളിയെ പുറകെ വിട്ടു. എന്നാ സംഭവം? ഇവന്മാർ പറഞ്ഞത് ശരിയാണെന്നറിയാം. അപ്പം 3ാമത്തെ ഭയങ്കര ദുർമൂർത്തിയാണ്. അവൻ ഈ പാപ്പുടൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവനോട് പറഞ്ഞു, 4ാമനോട് പറഞ്ഞു, നീ എൻ്റെ ഭിത്തിയിൽ ഇത് എഴുതി കാണിക്കണം, എന്താ സംഭവിക്കുന്നത്. അവൻ ഭിത്തിയെ കാണിക്കുകയാണ്. പെരയുടെ ചുറ്റും കംപ്ലീറ്റ് തീ കത്തി നിൽക്കുക. അപ്പോൾ ഈ പെരയ്ക്കകത്തുനിന്ന് ഇവനൊന്ന് ഇറങ്ങി, നമ്മുടെ ഈ സാധുവായ മനുഷ്യൻ ഇറങ്ങിയപ്പോൾ ആ മനുഷ്യൻ നിന്ന് കത്തുക. അന്ന് രാത്രിയിൽ ഈ 5 ദൈവങ്ങളെ താൻ തന്നെ അടിച്ചോടിച്ചിട്ട് ഈ തീ കത്തുന്നവൻ്റെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അദ്ദേഹം പിന്നീട് തമിഴ്നാടിനെ ഇളക്കി മറിച്ച യോശുവ എന്ന വലിയ ദൈവദാസനായിട്ട് മാറി, ഭയങ്കര പ്രവാചകനായിട്ട് മാറി. ഇന്ന് പകൽ നിന്റെ ചുറ്റും ഇവൻ റോന്തി ഉറ്റുമ്പോൾ നിന്റെ CC ക്യാമറ അല്ല കാണണ്ടേ. നീ പെരുകി കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി കെട്ടിത്തൂക്കുന്ന പാലയുടെ കമ്പല്ല കാണണ്ടേ. നിന്റെ പാവയ്ക്കായിക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ചിരട്ടയുടെ മണ്ടയ്ക്ക് നീ കണ്ണും മൂക്കും മരച്ചേക്കുന്ന തലയോട്ടിയല്ല കാണണ്ടേ. നിന്റെ ചുറ്റുമുള്ള തീമതിൽ കാണണം. നിന്റെ ഭവനത്തിന് ദൈവം കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ഇന്ന് പകൽ നീ കാണണം. സന്തോഷമുള്ളവർ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. സാത്താന്റെ കോട്ടകളെ വിറപ്പിക്കുന്ന ഒരു തീമതിൽ. ഈ സക്കരിയാവിന്റെ പുസ്തകത്തിലെ 4 തീയുടെ കാര്യം പറഞ്ഞത്. 1ാമത്തെ തീ ചുറ്റുമുള്ള തീമതിൽ. ഒരു സ്തോത്രം പറഞ്ഞേ. നീ എനിക്ക് ചുറ്റും എന്താണ്? അതിന് നടുവിൽ നീ ആരായിരിക്കും? മഹത്വം. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാവിലെ ഈ ആലയത്തിൽ ആ തീയുടെ സാന്നിധ്യം നീ മണക്കണം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കുട്ടിപ്പിശായനെ കണ്ടുകൊണ്ടിരിക്കുകയല്ല, തീ ഇവിടെ ഉണ്ട്. നിന്നെ മുഴുവനായി സൂക്ഷിക്കുന്ന, നിന്റെ കുടുംബത്തെ മുഴുവനായി സൂക്ഷിക്കുന്ന, നിന്റെ തലമുറയെ മുഴുവനായി സൂക്ഷിക്കുന്ന ഒരു തീ മതിൽ ഇന്ന് രാവിലെ ഇവിടെ ഉണ്ട്. ആത്മാവിൻ്റെ തീക്കകത്ത് നിൽക്കുന്നവനെ തൊടാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാവിലെ ഹല്ലേലൂയ. കൈ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞേ. നീ നിന്നോട് തന്നെ പറ, എടാ സാത്താനെ, എനിക്ക് ചുറ്റും ഒരു തീമതിലുണ്ടടാ. എന്നെയോ എൻ്റെ കുടുംബത്തെയോ എൻ്റെ തലമുറയോ ദൈവം എനിക്ക് നന്മയോ തൊടാൻ നിനക്ക് കഴിയത്തില്ല.
എൻ്റെ മിടുക്കൊന്നുമല്ല, എന്നെ സൂക്ഷിക്കുന്ന ഒരു കാവൽക്കാരൻ എനിക്കുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു കാവൽക്കാരൻ എനിക്കുണ്ട്. നിന്റെ ദൈവം നിനക്കൊരു കാവൽക്കാരനാ. 2 തീയെ 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യമാ. ആ ആ ആ ആ നോക്കിയേ, ഈ ഇസ്രായേൽ എന്ന ദൈവജനത്തെ കുറിച്ച് ദൈവം പറയാണ്, എടാ സാത്താനേ, യഹോവ നിന്നെ ഭർഷിക്കുന്നു. ഇവൻ ആരാ നിനക്കറിയാമോ? ഇവനെ ഞാൻ തീക്കകത്തുനിന്ന് വലിച്ചെടുത്തതാ. സാക്ഷ്യം ഒന്ന് ഓർത്തോണം, എല്ലാവരും സാക്ഷ്യം ഒന്ന് ഓർത്തോണം. പിള്ളേരെ കളിപ്പിച്ചോണ്ടൊന്നും ഇരിക്കല്ലേ, സാക്ഷ്യം ഓർത്തോണം. ദൈവം പറയണം, ഇവനെ ഞാൻ എവിടെ നിന്ന് എടുത്താ നിനക്കറിയാമോ? ഏത് തീയാ? 13:9 വായിച്ച് ഏത് തീയാന്നറിയാം? മൂന്നിലൊരംശം ഞാൻ തീയിൽ കൂടി കടത്തി. വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ അവരെ ഊതിക്കഴിക്കും. പൊന്നു ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. ഇയ്യോബ് പറഞ്ഞു, ദൈവമേ, നീ എന്നെ ഇങ്ങനെ അങ്ങോട്ട് ശോധന ചെയ്താൽ, സ്തോത്രം പറയണം, വെള്ളി 7 പ്രാവശ്യം ഉളിയിൽ ഊതിപ്പഴിപ്പിച്ച് കീടം നീങ്ങി തട്ടാന് ഒരു ഉരുപ്പടി കിട്ടുന്നത് പോലെ, പൊന്നു ഉലയിൽ ഊതിപ്പഴിപ്പിച്ച് ശോധന ചെയ്ത് ഒരു ഉരുപ്പടി കിട്ടുന്നത് പോലെ നീ എന്നെ ഇങ്ങനെ അങ്ങോട്ട് ശോധന ചെയ്താൽ ഞാൻ അല്ലിയ പൊന്നു പോലെ പുറത്തു വരും. നിന്നെ അവർ എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിന്നെ ശോധന ചെയ്യുന്ന ഒരു തീ ബലമന. ഹല്ലേലൂയ. അപ്പൊ കർത്തതയുടെ തീച്ചൂളയിൽ കയറി ഇറങ്ങി വന്ന ഒരുത്തനെ പിശാച് പരീക്ഷിക്കാൻ ചെന്ന ദൈവം പറയാനുള്ള, സാത്താനെ, ഇവൻ ആരാന്ന് നിനക്കറിയാമോ? നീ ഇന്ന് കാണുന്ന സ്ഥലമോ വീടോ പെരയോ ഭാര്യയോ പിള്ളേരോ ഒന്നുമല്ല. ഇവൻ ആരാന്ന് നിനക്കറിയാമോ? എടാ, ഇവനെ ഞാൻ തീന്ന് വലിച്ചെടുത്ത കരിക്കുമെന്ന് പറഞ്ഞിട്ട മണ്ഡലത്തിൽ നിന്ന് ഇനി ഉയരത്തില്ലെന്ന് പറഞ്ഞിടത്തുനിന്ന് തിരിച്ചൊരു ജീവൻ ഉണ്ടാകത്തില്ല, ഒരു നന്മ ഉണ്ടാകത്തില്ല, ഉയർച്ച ഉണ്ടാകത്തില്ല എന്ന് പൈശാചിക മണ്ഡലങ്ങൾ വാതുകെട്ടിയിടത്ത് ഞാൻ ഇവനെ തീയിൽ നിന്ന് വലിച്ചെടുത്തൊരു കൊള്ളിയ നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു നല്ല അല്ലലിയ പറയണം. തീയിൽ നിന്ന് കയറി വന്നവരൊക്കെ ഒരു സ്തോത്രം പറഞ്ഞ്, ഇന്നലെ ഒന്ന് ഓർത്താൽ, ഇന്നലത്തെ ഒന്ന് ഓർത്താൽ, ഇന്നലകളെ ഒന്ന് ഓർത്താൽ ഇന്ന് കാണുന്ന ഈ സന്തോഷം വല്ലതും ഉണ്ടോ? നിന്റെ പുറകെ നടന്ന് പല്ലുകുത്തി നിന്നെ കൊഞ്ഞനം കാണിച്ച് നിന്നോട് അപമാനിച്ച് പറഞ്ഞില്ലേ, ഗതി വരത്തില്ല, ഉയരത്തില്ല, നന്മ കാണത്തില്ല, ഐശ്വര്യമുണ്ടാകത്തില്ല, പിള്ളേർ പഠിക്കത്തില്ല, ജോലി കിട്ടത്തില്ല, വീട് വെക്കത്തില്ല പറഞ്ഞിടത്ത് നിന്നെ തീയിലൂടെ കടത്തിവിട്ട് നിന്നെ ഉയർത്തിക്കൊണ്ടുവന്നൊരു ദൈവം നിനക്ക് വേണ്ടി വാദിക്കാനുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഇന്ന് രാവിലെ സ്തുതിക്കട്ടെ. നീ പറഞ്ഞ തീയിൽ നിന്ന് വലിച്ചെടുത്തൊരു കൊള്ളിയോ. അപ്പോൾ ഒന്ന് തീ കൊണ്ടുള്ള വേലി. ആർക്ക്? തീയിൽ നിന്ന് വലിച്ചെടുത്തവൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സാക്ഷ്യം ഒന്നും പറഞ്ഞ് നിങ്ങൾ ഒത്തിരി കേട്ടതാ. അതൊന്നും കേൾക്കുന്നതിൽ വലിയ താല്പര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് പകൽ നീ ഓർത്തോണം, ഇന്ന് സ്റ്റേജിൽ നിൽക്കുന്നെങ്കിൽ അതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്നെ നീയാക്കി ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നതിൻ്റെ പുറകിൽ ഇന്ന് പകൽ ദൈവത്തിന് സാക്ഷ്യം. ദൈവം പറയണ, എടാ സാത്താനെ, യഹോവ നിന്നെ ഭർഷിക്കട്ടെ. എടാ, ഇവൻ ആരാന്ന് നിനക്കറിയാമോ? നീ ഇങ്ങനെ അപവാദം പറഞ്ഞ് ചുറ്റും നടക്കുന്ന ഇവൻ ആരാന്നറിയാമോ? നിങ്ങൾ വായിച്ചേ ആ വെളിപ്പാട് പുസ്തകം ഒന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 12:7 ഒന്ന് വായിച്ചേ. ഇവൻ ആരാന്നറിയാം? ആ ദേ, എവിടെ യുദ്ധം ഉണ്ടായി? അപ്പൊ അവിടെ ആരുണ്ട്? പിന്നെ ആരുണ്ട്? ആരോടാ യുദ്ധം ചെയ്തേ? അങ്ങനെയാണെ സാത്താൻ അവിടെ ഉണ്ടോ? ഉണ്ട്. ആരോടാ യുദ്ധം ചെയ്യുന്നേ? ദൈവത്തിൻ്റെ പ്രധാന ദൂതനായ മിഖായേൽ. സ്വതന്ത്രം പറയാതെ നിന്റെ കാര്യം പറയണോ? പിന്നെ ഹലോ, ഇവിടെ വന്ന് പൂനിപ്പടച്ചിരിക്കുന്ന നിന്റെ കാര്യം പറയണോ? സാത്താൻ ആരോട് യുദ്ധം ചെയ്യുക? ചെല്ലക്കാട്ടെ ഹോളിലല്ല, സ്വർഗത്തിൽ. അവനെ നിങ്ങൾ വെറും നിസ്സാരമായിട്ട് കാണല്ലേ. അവൻ സ്വർഗത്തിൽ
പ്രധാന ദൂതനായ മിഖായേലുമായിട്ട് യുദ്ധം ചെയ്തു. അടുത്ത വാക്യം. ആ ആ ആ ജയിച്ചിരുന്നാലും ഒരല്ലേലൂയ പറഞ്ഞേ. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്നവൻ പിന്നെ അവിടെ കാണത്തില്ല. സ്തോത്രം പറയണം. നീ യുദ്ധം ചെയ്യണം. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ മതി, നീ ഉപവസിച്ചുകൊണ്ടിരുന്നാ മതി, നീ സ്തോത്രം പറഞ്ഞാ മതി. യുദ്ധം യഹോവയ്ക്കുള്ളതാ. അവൻ തന്റെ ദൂതനെ ഇറക്കും ഇന്ന് പകൽ. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇന്ന് രാവിലെ നിന്റെ കൂടാരത്തിൽ ദൈവം ദൂതനെ ഇറക്കും. വിശ്വസിക്കുന്നവര് മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യുദ്ധം ചെയ്യാൻ ഇറങ്ങി വന്ന ദൂതൻ പ്രതിയോഗിയായ മഹാസർപ്പമായ പിശാചായ സാത്താനോട്, സാത്താനേ, എടാ ഈ എൻ്റെ മകൻ ആരാന്ന് നിനക്കറിയാമോ? ഈ എൻ്റെ മകൾ ആരാന്ന് നിനക്കറിയാമോ? നീ നോക്കുമ്പോൾ അവൾ വിധവ, ആരുമില്ല, പൊട്ടോശൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു, സഹായിക്കാൻ ആരുമില്ല. നീ നോക്കുമ്പോൾ അവൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു, അവൻ ആരുമില്ല, അല്ലല്ലോ എന്ന് നീ വിചാരിച്ചേടാ. നീ വിചാരിക്കുന്ന പോലല്ല. ഞാൻ അവനെ തീയിന്ന് വലിച്ചെടുത്ത, അവനെ കരിക്കുമെന്ന് ലോകം പറഞ്ഞതാ. തീ അവനെ ദഹിപ്പിക്കുമെന്ന് പറഞ്ഞ അവസാനത്തെ ഒരു ചെറിയ പൊരിയുള്ളപ്പോൾ ഞാൻ പൊക്കിയെടുത്തതാ. എടുത്ത് ഇന്നത്തെ ഷേപ്പിലാക്കിയത് ഞാനാ. ഞാൻ രക്ഷിച്ചവനെ തകർക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇന്ന് പോലെ ആരോടൊക്കെയോ ശക്തമായി ദൈവം പറയുകയാണ്, നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത ഒരു വെള്ളി പോലെ, പൊന്നു പോലെ നീ പുറത്തു വരേണ്ടതിന്. സെഖര്യാവ് 9:4 വായിച്ച്. ആ ആ ആ അതൊക്കെ നമ്മൾ എടുക്കാൻ പോയ ഇപ്പൊ യുദ്ധത്തെ കുറിച്ച് പറയണം. നിങ്ങളൊന്ന് വായിച്ചു വിട്ടു വന്നാലും. അസ്കലോന്, ഗസ, എക്രോനും കണ്ട ഏറ്റവും വിറയ്ക്കും. ഇപ്പം വിറച്ചോണ്ടിരിക്കുക. ഇന്ന് രാവിലെയൊക്കെ നമ്മൾ വിട്ടിരിക്കുമ്പോൾ അവിടെ വിറയ്ക്കുക, മൊത്തം വിറപ്പിച്ചുകൊണ്ടിരിക്കുക. അസ്കലോനും ഗസയും നേതാക്കന്മാരെല്ലാം ഒറ്റയടിക്ക് തീർന്നുകൊണ്ടിരിക്കുക. യുദ്ധത്തിന് നിയന്ത്രിക്കുന്ന നേതാക്കന്മാരെല്ലാം അടിച്ചടിച്ച് തീർക്കുക. രാജാവ് നശിക്കും. അടുത്തത് നിവാസികൾ ഇല്ലാതെയാകും. ഒരല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ സ്വത്രം പറയുന്നില്ല. അസ്കലോൻ നിവാസികൾ ഇല്ലാതെയാകും. അടുത്തത് ഞാൻ അവിടോട്ട് പോകുന്നില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാനൊരു തീ അയക്കും. അസ്കലോനും ഗസയും ഒക്കെ നിർജ്ജനമാകും. രാജാക്കന്മാരെ ഞാൻ തകർക്കും. അവിടെ നമുക്ക് നിൽക്കേണ്ട, അത് യുദ്ധത്തിലേക്ക് പോകുന്ന ഇന്നത്തെ സംഭവങ്ങളാണ്. എൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ലെബാനോനെ, നിന്റെ ദേവദാരുക്കൾ തീക്കിരയായി തീരേണ്ടതിന് വാതിൽ തുറന്നു വെക്കുക. അതിന്റെ മുകളിലത്തെ വാക്യം വായിച്ചോനെ. തീക്കിടയിലൊരു ഓക്കെ 12:6. സോറി, കുഴപ്പമില്ല. വായിച്ചു 11:1 തന്നെ വായിച്ചു. ലെബാനോനെ, നിന്റെ ദേവദാരുക്കൾ തീക്ക് ഇരയായി തീരേണ്ടതിന് വാതിൽ തുറന്നു വെക്കുക. ദേവദാരു വീണും മകുത്തുക്കൾ നശിച്ചുമിരിക്കയാൽ സരളവൃക്ഷമേ ഓളിയിടുക. വീണിരിക്കുകയാൽ ഞാൻ അവിടെ വിവരിക്കാൻ. നിങ്ങൾ 12:6 വായിച്ചാട്ടെ. 12:6 വേഗം വായിക്കണം. യഹൂദ മേധാവികളെ വിറകിന്റെ ഇടയിൽ. വിറക് ഏതാന്ന് 11:1 വായിച്ചു. ലെബാനോനും ദേവദാരുക്കളും ഒക്കെ വിറകാണെങ്കിൽ അതിന് ഇടയ്ക്ക് യഹൂദയെ ഞാൻ എന്താക്കും? തീക്കൊള്ളിയാക്കും.
വായിച്ചു. കറ്റകളുടെ ഇടയിൽ തീപ്പന്തം പോലെയാക്കും. അടുത്ത വാക്യം. ആ ആ ഒരൊറ്റ അല്ലലിയ പറഞ്ഞേ, ശരിക്കും പറഞ്ഞില്ല. ശ്രദ്ധിച്ചേ, തീമതിലായി നിൽക്കുന്ന ദൈവം, ഇസ്രായേലിൻ്റെ തീമതിലായി നിൽക്കുന്ന ദൈവം, സഭയുടെ തീമതിലായി നിൽക്കുന്ന ദൈവം പറയാണ്, ആ കത്തുന്നതിനിടയിൽ നിന്നെ ഞാനൊരു തീക്കൊള്ളിയാക്കും. ഒരു സ്വതന്ത്രം പറയണം. തീക്കകത്തുനിന്ന് വലിച്ചെടുത്ത നിന്നെ ഞാൻ അതിന് നടുവിൽ ഒരു തീപ്പന്തമാക്കും. ആക്കിയിട്ട് നിന്നെ കൊണ്ട് ഞാൻ കിഴക്കും തെക്കും വടക്കും പടിഞ്ഞാറും ഉള്ളവനെ കത്തിക്കുമെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, നീ ഒരു സാധാരണ വ്യക്തിയല്ല, അസാധാരണ ദൈവകൃപ ഇന്ന് രാവിലെ നിന്റെ മേൽ പകരേണ്ടതിന് വിശ്വസിക്കുന്നവർ കരമടിച്ചു നന്നായിട്ട് ആരാധിച്ചു. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ ഇന്ന് രാവിലെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇസ്രായേലിനോട് പറയുന്നത്, നിന്നെ ഞാൻ നടുവിൽ എന്താക്കും? ഒരു തീ കൊള്ളിയാക്കി, ഒരു തീ പന്തമാക്കി ഞാൻ നിന്നെ മാറ്റും. തുടങ്ങിയത് എവിടാ? ചുറ്റും തീമതിൽ. തീമതിലിനകത്തിരുന്നവൻ ഇപ്പോൾ ആരായി? തീപന്തമായി. ഹലോ, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാകുന്ന തീമതിലിനകത്തിരുന്നവൻ പ്രതിയോഗി പുറത്ത് വാദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അകത്തിരുന്നവൻ ആരായി? തീക്കൊള്ളി, തീപ്പന്തമായി മാറി. സ്വോത്രം പറയണം. ഇന്ന് പകൽ ആരും ഉണങ്ങിക്കരിഞ്ഞിരിക്കരുത്. ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കാതെ നിന്നെ സഹായിക്കുന്ന ദൈവം നിന്നെ ഒരു തീപ്പന്തമാക്കി മാറ്റാൻ പോകുക. തീപ്പന്തമാക്കി മാറ്റാൻ പോകുക. ഓ റാബ ശാന്തര രഗമന വൈഡേ. ഓ ഹല്ലേലൂയ. നിങ്ങൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 22 മുതൽ വേഗം ഒന്ന് വായിച്ചേ. ആ ആ ആ ശ്രദ്ധിച്ചേ, ഒരു ഭയങ്കരമായ ചോദ്യമാണ്. കർത്താവെ, രക്ഷിക്കപ്പെടുവാൻ ചുരുക്കം പേർക്കേ കഴിയത്തുള്ളൂ. അപ്പോൾ കർത്താവ് പറഞ്ഞു, രക്ഷിക്കപ്പെടണമെങ്കിൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മാത്രം ഒക്കത്തില്ല. രക്ഷിക്കപ്പെട്ടവൻ ഇടുക്കുവാതിലൂടെ കടക്കാൻ പോരാടണമെന്ന്. നിങ്ങളാ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ആ പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനും. വാതിലിടുക്കമായതുകൊണ്ട് വാതിലിന്റെ വലിപ്പത്തിൽ നീ ആയെങ്കിലേ കയറാൻ നോക്കൂ. നീ വാതിലിനെക്കാട്ടി വലുതായാൽ ഈ വാതിലിൽ കയറാൻ ഒക്കത്തില്ല. വളരെ പോരാടി നീ വാതിലിനകത്തൂടെ കയറാവുന്ന പരുവത്തിലാകണം. സ്വോത്രം പറഞ്ഞില്ല. നിന്റെ തണ്ടും തൻ്റെ ഇടവും കൈക്കരുത്തും നെഞ്ചൂരും എല്ലാം കൂടെ കാണിച്ച് ഈ വാതിലൂടെ പോത്തില്ല. ഈ വാതിൽ ഇടുക്കമായതുകൊണ്ട് നീ നന്നായി പോരാടിയെങ്കിലേ ഈ വാതിലിൽ കൂടെ അകത്ത് കിടക്കാൻ കഴിയത്തുള്ളൂ. ഒരു അല്ലലിയെ പറയണം. അടുത്ത വാക്യം വായിച്ചേ. ആ ആ ആ അപ്പൊ യഹോവ വീട് പണിയുന്ന വീടിന്റെ ഉടമസ്ഥൻ ആരാണ്? യഹോവയാ. വീട്ടുടയവൻ ഒരു സമയമാകുമ്പോ കഥ അടയ്ക്കും. നോഗയുടെ പെട്ടകത്തിന്റെ വാതിൽ യഹോവയായ ദൈവം, കൃപയുടെ പെട്ടകത്തിന്റെ വാതിൽ അടയും. അടയ്ക്കുന്നത് പാസ്റ്റർമാരോ സെൻട്രൽ പാസ്റ്റർമാരോ സൂപ്രണ്ടോ ഒന്നുമല്ല. അടയ്ക്കുന്നത് ദൈവമാണ്. വീടിൻ്റെ ഉടമസ്ഥന, അവൻ പണിത വീടാ. യഹോവ വീട് പണിയുന്നു. ആ വീടിൻ്റെ വീട്ടുടമസ്ഥൻ വാതിലടയ്ക്കുന്നു. വാതിൽ അടച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംഭവം വായിച്ചേ. ആ
ആ ആ നിങ്ങൾ എവിടെ നിന്നെന്ന് ഞാൻ അറിയുന്നില്ല. ആ ആ ഞങ്ങളെ തിന്നുകയും കുടിക്കുകയും തിരുവചനത്തിൽ നിന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും സൺഡേ സ്കൂളും വൈപ്പി എല്ലമ്മും സഭായോഗം കൂട്ടായ്മയും വീട്ടുപ്രാർത്ഥനയും ഉപവാസവും കഞ്ഞികൊടുപ്പും ചോറൂണും എല്ലാം തിന്നുകയും കുടിക്കുകയും എല്ലാം ചെയ്തു എന്ന് നമ്മൾ അങ്ങോട്ട് പറയും. ആ അവനോ ആവർത്തിച്ച് പറയാം. മോളത്തെ വാക്യത്തിനും പറഞ്ഞ് എവിടുന്നാന്ന് എനിക്കറിയത്തില്ല, അടുത്ത വാക്യത്തിനും പറഞ്ഞ് എവിടുന്നാന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ എവിടുന്നെന്ന് ഞാൻ അറിയുന്നില്ല. ആ ആ ആ ആ ഹോ ഒരല്ലേ പറഞ്ഞേ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലരും അവിടെ ഇരിക്കുന്നത് നിങ്ങൾ കാണും. പക്ഷെ നിങ്ങളെ തള്ളിക്കളഞ്ഞതും കാണുമ്പോൾ നിങ്ങൾക്ക് അന്നേരം പല്ലുകടിയും. ആ സഭായോഗത്തിലും പല്ല് കടിക്കും, വീട്ടിലും പല്ല് കടിക്കും, ഒടുവിൽ നരകത്തിൽ പാന്നേരത്തും എന്ത് ചെയ്യും? പല്ല് കടിക്കും. അവിടെ പല്ല് കടിയും കരച്ചിലും ഉണ്ടാകും. ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, വാതിലടയാൻ പോവാ, അടഞ്ഞിരിക്കും. അതിന്ന് പകലാകാം. നിങ്ങൾ ഞാൻ വിചാരിക്കുന്നത് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവാ, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവാ. ഏത് സമയത്തും ഇത് കാണുമ്പോൾ നീ ഓർത്തോണം, വാതിലടയാൻ പോവുക. അടച്ചു കഴിഞ്ഞിട്ട് നീ പുറത്ത് കിടന്ന് കയ്യും കാലും വിട്ട് അടിക്കാതെ, അല്പം ഇടുക്കമെന്ന് തോന്നിയാലും ഇച്ചിരി ഞെരിഞ്ഞാണെങ്കിലും അങ്ങ് അകത്ത് കയറിയാൽ, ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, പ്രൈസ് ദി ലോർഡ്. അവിടെ പറയാണ്, ആ വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളതാകയാൽ അതുവഴി കടക്കുന്നവര് ചുരുക്കമാണ്, ഭൂരിപക്ഷം ഇവിടെ ഇല്ല. അപ്പോൾ ചുരുക്കത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളവർ ഹല്ലേലൂയ പറഞ്ഞു. കൈ ഉയർത്തി ഹല്ലേലൂയ പറയണം. സ്വർഗത്തിൻ്റെ കവാടം നിനക്ക് വേണ്ടി വീട്ടുടയവൻ തുറന്ന് നിന്നെ ആ വാതിലിൽ കൂടെ അകത്ത് കയറ്റിക്കഴിഞ്ഞ്, പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ ദേഹത്തെ ഇങ്ങനെ ദണ്ണിപ്പിച്ച് എന്താക്കുകയാണ്? അടിമയാക്കുക. കാരണം യേശു പറഞ്ഞു, ഈ ജഡത്തെ കൊല്ലുന്നവൻ എന്ത് ചെയ്യണ്ട? പേടിക്കണ്ട. ഒന്ന് വായിച്ചേ, 12-ാം അധ്യായത്തിൻ്റെ, ലൂക്കോസിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ചേ. ആ ഈ പരിണയുടെ ചുറ്റും നടക്കുന്ന പുള്ളി ആരാ? ദേഹത്തെ കൊല്ലുന്ന. അവനെ അവൻ്റെ 10 പിള്ളേരെ ഒരടിക്ക് കൊല്ലാൻ പറ്റും. പക്ഷേ സുബയ്യ പിള്ള നോക്കിയിട്ട് ഒരുത്തനെ കൊല്ലാൻ പറ്റിയില്ല. പക്ഷേ ഈയോൻ്റെ വീട്ടിൽ ഒരുത്തനെ 10 കൊല്ലാൻ പറ്റി. എൻ്റെ കൂടാണോ എല്ലാവരും? യേശു പറഞ്ഞു, അങ്ങനെ കൊല്ലുന്നവനെ നീ പേടിക്കരുത്, അവന് നിന്റെ ദേഹത്തെ കൊല്ലാനേ കഴിയത്തുള്ളൂ. പക്ഷെ നീ ഇന്ന് പകൽ ആരാധിക്കും പേടിക്കേണ്ടത് റോന്തി ഊറ്റി കിടക്കുന്ന കുട്ടിപ്പിശാചിനെ അല്ല, നീ പേടിക്കേണ്ട ആരെയാണെന്ന് വായിച്ചേ. ആ ആ ഒരു നല്ല അല്ലൊരു ഭയത്തോടൊന്ന് പറഞ്ഞേ. അതെ, അവനെ ഭയപ്പെടുവീൻ. ആരാധനയിൽ ഇന്ന് രാവിലെ ഉയരേണ്ടത് ഭയത്തോടെയുള്ള ആരാധനയാ. ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിശാചിൻ്റെ കാര്യം കേട്ട് പേടിക്കാനല്ല, നിന്നെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം കണ്ട് ഭയത്തോടെ നീ ദൈവത്തെ ആരാധിക്കണം. അടുത്ത വാക്യം കൂടെ വായിച്ചേ കുഞ്ഞേ. ഒരു കാശിനെത്ര? 2 കാശിന് എത്ര കൊടുക്കാവൂ? 4. പക്ഷേ ഇവന് ഒരു ചെറിയ സെയില് കച്ചവടം കിട്ടാൻ വേണ്ടി 2 തരാമെങ്കിൽ 4 ഉള്ളൂ, 1 ഫ്രീ. എന്തോത്തിനെ? ജീവനുള്ള കുരുകിലിന്. ദൈവം പറഞ്ഞ് അവൻ ഫ്രീ കൊടുക്കാൻ അവൻ്റെ അപ്പൻ്റെ വീട്ടിലെ സമ്പത്തൊന്നുമല്ല ഇത് എൻ്റേതാ. കുരുകില് എൻ്റെ. നിങ്ങളെല്ലാം ഇവിടെയാണോ? കച്ചവടക്കാരൻ്റെ അല്ല, ഇതെൻ്റേതാ. അവൻ അതിനെ വിലയില്ലാതെ കൊടുക്കുന്നതിൽ എനിക്കത് വിലയുള്ളതാ. ഓ
ഞാൻ ഇന്ന് രാവിലെ ഈ വാക്യം വായിച്ച ഒന്നുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി കേട്ടോ. നമ്മളെ പലർക്കും വിലയില്ലെങ്കിലും ദൈവത്തിന് നിന്നെ വിലയുണ്ട്. നീ ഈ ഫ്രീ കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു വ്യക്തിയായിരിക്കും. ഒരു കാശിന് 2 കുരുകിൽ, 2 കാശിന് 4 കുരുകിൽ. പക്ഷെ കച്ചവടക്കാരൻ തീരുമാനിച്ചു വേഗം സാധനം തീരട്ടെ, അതിന് 2 കാശ് തരുന്ന ഒരു കുരുകിലിനെ ഫ്രീ. തമ്പുരാൻ വേണ്ട, അത് എൻ്റെ എണ്ണത്തിലുള്ളതാ, നിന്റെ എണ്ണത്തിലില്ലെങ്കിൽ എൻ്റെ എണ്ണത്തിലുള്ളതാ. അവൻ്റെ തലയിലെ രോമം ഞാൻ എണ്ണിട്ടിരിക്കുക. നീ ഒരു രോമത്തെ തൊടാനൊക്കത്തില്ല. ഞാൻ അവന് ചുറ്റും തീമതില കാക്കുന്നത് ഞാനാ, കാവൽക്കാരൻ ഞാനാ, പണിയുന്നവൻ ഞാനാ. ഇന്ന് രാവിലെ ഇത്ര പേര് വിശ്വസിക്കുന്നു? നീ ഒന്ന് പറഞ്ഞ്, എന്നെ പണിയുന്നൊരു ദൈവമുണ്ട്, എന്നെ കാവൽ കാക്കുന്നൊരു ദൈവമുണ്ട്, എൻ്റെ തലമുടി 4 വരെ എണ്ണുന്നൊരു ദൈവമുണ്ട്. നമ്മൾ എത്ര സൂക്ഷിച്ചാലും അതിനൊന്നും വലിയ കാര്യമില്ല. രാവിലെ ജോലിക്ക് പോകാമെന്ന് വിചാരിച്ച് പോയി എബ്രാ സാറിൻ്റെ ബിൽഡിങ്ങിനകത്ത് കിടന്ന 65 പേര് നേരം എടുത്തപ്പോൾ ശ്വാസം മുട്ടി മരിച്ചുപോയി. പുറത്ത് തീ പിടിച്ചകത്തോട്ട് ശ്വാസം മുട്ടി 2-3 പേരെ കത്തി മരിച്ചോളൂ. ബാക്കിയെല്ലാം എന്ത് ചെയ്തു? ശ്വാസം മുട്ടി. നാട്ടുകാരെല്ലാം കൂടെ എബ്രാ സാറിൻ്റെ പുറകെ കുതിര കയറാൻ ചെന്നെങ്കിലും അയാൾ അവർക്കെല്ലാം നന്മയൊക്കെ കൊടുത്ത് ആ പ്രശ്നമെല്ലാം ഗവൺമെൻറ്റിനോട് ഒതുക്കി തീർത്ത് സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഒരു കുടുംബം നാട്ടിൽ വന്നു. ഭാര്യയും ഭർത്താവും 2 പിള്ളേരും കൂടെ നാട്ടിൽ വന്ന് അപ്പനെയും അമ്മയും എല്ലാം കണ്ട് സന്തോഷമായിട്ട് ആഹാരമെല്ലാം കഴിച്ച് പ്രാർത്ഥിച്ച് പോയി കുവൈറ്റിൽ ചെന്ന് ഇറങ്ങി. ആ രാത്രിയിൽ അതിൻ്റെ അടുത്ത ഫ്ലാറ്റിൽ കിടന്നു അവർ ചത്തുപോയി. സ്തോത്രം. ഞാൻ കാക്കുന്നില്ലെങ്കിൽ, ഹലോ, കാവൽക്കാരൻ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേട്ടൻ്റെ മകൻ്റെ കല്യാണത്തിൽ വന്ന് അനിയനും പങ്കെടുത്ത് അനിയനും ഭാര്യയും 2 പിള്ളേരും കൂടെ ദുബൈയിലോട്ട് ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്ന് ഓടിച്ചെന്ന് വണ്ടിയിലോട്ട് കയറുന്ന സമയത്ത് ആ മോളെ നിങ്ങളെല്ലാം കണ്ട, ഇത്രയും സുന്ദരയായ ഒരു കൊച്ച്, ഒരു വണ്ടി എതിരെ വന്നിട്ട് ചെന്നേരം ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. അവിടെ ചെന്ന് ഇറങ്ങിയതേ ഉള്ളൂ, വീട്ടിൽ ചെന്നിട്ടില്ല. പക്ഷെ ഇവിടെ ദൈവം പറയുന്നു, കാക്കുന്ന ഒരാൾ ഞാനുണ്ട്. നീ ഇന്ന് രാവിലെ നേപ്പിച്ചേ, നിന്നെ സൂക്ഷിക്കുന്നത് ദൈവമാണ്. നീ പെരയും പൂട്ടി സമ്പത്തും പൂട്ടി അലമാരിയും പിടിച്ച് താക്കോൽ കൊണ്ട് പെരയിരിക്കല്ലേ. ദൈവത്തെ ആരാധിക്കുക. ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയാൽ നിന്റെ പ്രാണന് ക്ഷതം വരാതെ, നിന്റെ കുടുംബത്തിൽ ദോഷം വരാതെ തീമതിലായി ചുറ്റും നിന്ന് നിന്നെ സൂക്ഷിക്കുക മാത്രമല്ല, നാളെ നിന്നെ ഒരു തീപ്പന്തമാക്കി മാറ്റുന്ന, നിന്റെ പ്രതിയോഗിയുടെ മുമ്പിൽ നിന്നെ ഒരു തീപ്പന്തമാക്കി മാറ്റുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് രാവിലെ പ്രവചനാത്മാവി ദൂത് പറയുമ്പോൾ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നമുക്കൊരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. നീ പറ, കർത്താവേ, ഞാൻ പണിയെല്ലാം നിർത്തി, പക്ഷെ നീ പണിയണം. നീ ഒന്നുകൂടെ എന്നെ പണിയണം, ഒന്നുകൂടെ എന്നെ നിന്റെ ഹിതപ്രകാരം ഒന്ന് പണിയണം. എൻ്റെ കുടുംബ ജീവിതത്തെ ഒന്നുകൂടെ പണിയണം, എൻ്റെ തലമുറയെ ഒന്നുകൂടെ പണിയണം. ഒന്ന് പ്രാർത്ഥിച്ച്. ചിലർക്ക് ആരാധനയ്ക്ക് വരുന്നതിനേക്കാൾ സെൻട്രൽ ജയിലിൽ കൊതിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അവസരം കിട്ടിയാൽ നിന്നെ തകർത്തേച്ച് അവൻ പോകാൻ നിൽക്കുക. അവൻ ആരാധന ഹോളി വരുന്നതിനെക്കാട്ടിയിട്ട് പൂജപ്പുരയെ പോയി കിടക്കുന്ന കയ്യും കാലും വിലങ്ങിട്ട് ചില പൈശാചിക മേഖലകൾ വ്യക്തികളുടെ രൂപത്തിൽ, ബന്ധങ്ങളുടെ രൂപത്തിൽ, സ്വന്തങ്ങളുടെ രൂപത്തിൽ നിനക്ക് നേരെ പോർവിളി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നീ ഒന്നും അറിഞ്ഞില്ലെന്നും പറഞ്ഞ് മൗനമായിരിക്കരുത്. ഇന്ന് പകൽ കാവൽക്കാരനെ ഏപ്പീര്. അവൻ കാക്കട്ടെ നിന്നെ, അവൻ കാക്കട്ടെ നിന്റെ കുടുംബത്തെ, അവൻ കാക്കട്ടെ. നീ ഒരു പത്രവാർത്തയാകരുത്, നീ ഒരു പരസ്യകോലമാകരുത്. നീ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങരുത്. നിന്നെ കാക്കുന്ന ദൈവം ഇന്ന് രാവിലെ ആരോടൊക്കെയോ ശക്തമായി ആത്മാവ് പ്രവചിച്ചു പറയുക, നീ ഒരു പരസ്യ കോലമാകുന്നതിന് മുമ്പേ ഇന്ന് കാവൽക്കാരനെ ഏൽപ്പീര്. ഹല്ലേലൂയ. അവൻ കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുകയാ.
വീടിൻ്റെ ഫ്രണ്ടിൽ വില കൂടിയൊരുന്ന, വീടിൻ്റെ പുറകിൽ അതിനെക്കാട്ടി വിലയുള്ളെന്ന, ഭയങ്കര അത്യുഷ്ണം. അറിയാതെ ജനലങ്ങ് തുറന്നിട്ടേച്ച് കിടന്നു. രാത്രിയിൽ പെരുമ്പാമ്പ് ജനലിൽ കൂടെ കയറി കാല് മുതൽ വിഴുങ്ങി. അറിഞ്ഞില്ല. നല്ല ഉറക്കം, നല്ല സുഖം. അരഭാഗം വരെ വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ അറിയുന്നത് അകത്ത് കയറി പാമ്പ് വിഴുങ്ങുകയാണ്. 2 പട്ടി അകത്ത് പുറത്തും ഉണ്ട് കേട്ടോ. ഹലോ, ജനലിക്കൂടെ ജീവനെ അപായപ്പെടുത്തുന്ന ഒരു പോര് കയറി വരുമെന്ന് അവരറിഞ്ഞില്ല. നിങ്ങൾ പത്രത്തിൽ വായിച്ച കാര്യം ഞാൻ ചുമ്മാ ഇപ്പോൾ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. നീ എത്ര നായ്ക്കളെ വെച്ചാലും, നീ എത്ര കാവൽക്കാരനെ വെച്ചാലും, നീ എത്ര പോലീസെ കൂട്ടി വെച്ചാലും കാക്കുന്നത് ദൈവമാണ്. ഇന്ന് രാവിലെ ഒന്ന് പ്രാർത്ഥിച്ചേ. പണി ദൈവത്തിൻ്റെ കയ്യിലാണ്. നീ അല്ല പണിയുന്നത്. ഇന്ന് രാവിലെ പറ, കർത്താവേ എന്നെ പണിയണം. ഞാൻ നിന്റെ സന്നിധി വന്നിരിക്കുകയാണ്. കർത്താവേ, എങ്ങനെ പണിയണം? ഒരു കുശവൻ കളിമണ്ണ് പണിയുന്നത് പോലെ നിന്റെ ഹിതപ്രകാരം ഒരു പണിക്കായി ഇന്ന് രാവിലെ എന്നെ ഏൽപ്പിക്കുക. വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ കറങ്ങുന്ന ചക്രത്തിന്മേൽ പണിയുന്ന കുശവന്റെ കയ്യിലെ പണി പോലെ നിന്നെ ഇന്ന് രാവിലെ സ്വർഗമൊന്ന് പണിയട്ടെ. ചില കുടുംബത്തിനെതിരെ മുറവിളിയും നിലവിളിയും ഉയർത്താൻ, അപായപ്പെടുത്തിക്കളയാൻ ചിലരിലേക്ക് പിശാച് കയറിയിട്ട് നിനക്ക് ചുറ്റും ഊടാടി നടക്കുന്നുണ്ട്. നീ നിസാരവൽക്കരിക്കരുത്. ഇന്ന് പകൽ നീ പറ, കർത്താവേ എനിക്കൊരു കാവൽക്കാരനുണ്ട്. അത് ചുറ്റും അഗ്നിമതിലായി എന്നെ സൂക്ഷിക്കുന്ന എൻ്റെ ദൈവമാണ്. എന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഒന്ന് പ്രാർത്ഥിച്ച എല്ലാവരും. ഹല്ലേലൂയ. നിന്റെ വണ്ടിയുടെ വില കൂടുതൽ കൊണ്ടോ നിന്റെ ഡ്രൈവിങ്ങിൻ്റെ ശ്രേഷ്ഠത കൊണ്ടോ ഒന്നുമല്ല. നിന്നെ കാക്കുന്നത് ദൈവമാ. എല്ലാവരും പ്രാർത്ഥിച്ച്, ആരും മൗനമായിരിക്കാതെ ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് പകൽ കാവൽക്കാരനെ നീ വിളിക്ക്. നീ കാവൽക്കാരനുമായിട്ട് സംസാരിക്ക്. കാവൽക്കാരനോട് ചോദിക്ക്, കാവൽക്കാരാ രാത്രി എന്തായി? ഇന്ന് രാവിലെ നീ കാവൽക്കാരനെ വിളി. മറ്റാരെയും വിളിക്കരുത്. ഈ സഭായോഗത്തിൽ കാവൽക്കാരനെ വിളി. അവൻ നിന്റെ അടുക്കലുണ്ട്. നീ വിളിക്ക്, കാവൽക്കാരാ. ഓ ഹല്ലേലൂയ. രാത്രിയുടെ സമയം പറയാം. നിന്റെ കുടുംബത്തിന്റെ ഇരുട്ടിന്റെ മേഖലകളിൽ നിന്നെ സഹായിക്കുന്ന കാവൽക്കാരനെ നീ വിളിച്ചോണത്ത്. കാവൽക്കാരാ രാത്രി എന്തായി? ദുരജാലകൾ കമാനവശ സൈഡേരി ബാലബാലവശ. ഓ ജിബാര ബാബാ. ഹല്ലേലൂയ. ചൂരൽമലയിൽ മകളുടെ കൊച്ചിനെ എടുത്തോണ്ടൊരു വെല്ലുമ്മത്തള്ള ഓടി വനത്തിൻ്റെ അകത്തായി. 1 മിനിറ്റ് മുന്നോട്ട് പോകാൻ വയ്യ, പുറകോട്ട് പോകാൻ വയ്യ. വലിയ കുത്തൊഴുക്കും മലവെള്ളപ്പാച്ചിലും എല്ലാം കണ്ട് ഒരു ചെറിയ തുരുത്തിലാ ബോധം കെട്ട അമ്മയും കുഞ്ഞും കിടന്നു. രാത്രിയിൽ ഒരു കാട്ടാന കൊമ്പൻ അവരുടെ അടുക്ക വന്ന് നേരം വെളുക്കോളം കാവൽ നിന്ന്. നിങ്ങൾ വായിച്ചോ? ഹലോ, പ്രൈസ് ദി ലോർഡ്. മറുഭാഗത്ത് 100-400 കുടുംബം ഒലിച്ചു പോകുകയാണ്. പക്ഷെ അതിനിടയ്ക്ക് ഒന്നിനെ ദൈവം സൂക്ഷിക്കുക. ഇന്ന് പകൽക്കാലം 1000 നിന്റെ വശത്ത് വീഴും, 10,000 വലതുവശത്ത് വീഴും. പക്ഷെ കാവൽക്കാരൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ഓ എത്ര പേർക്ക് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും. പക്ഷെ കാവൽക്കാരൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ഓ കൃപ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ
ഓ ദുരിതം നിറയും എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. നിനക്കൊരു തുണയുണ്ട്, നിനക്കൊരു തുണയുണ്ട്. നീ ഒന്ന് പറഞ്ഞേ, എനിക്കൊരു തുണ ദൈവമാണ്, എനിക്കൊരു തുണ ദൈവമാണ്, എനിക്കൊരു തുണ ദൈവമാണ്. ഒന്ന് വിശ്വസിച്ചേ, ഒന്ന് വിശ്വസിച്ചേ. ഹല്ലേലൂയ. ഈ പകൽ ദൈവാത്മാവിൽ നിന്റെ കുടുംബത്തിന്റെ പ്രൊട്ടക്ഷൻ ദൈവം ഏറ്റെടുത്തെന്ന് വിശ്വസിച്ച് ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ച്. അനർത്ഥം വഴിമാറുകയാണ്, അപകടം വഴിമാറുകയാണ്, പെടുമരണം വഴിമാറുകയാണ്, നിന്റെ പ്രാണനോട് വാദിച്ച് നിൽക്കുന്ന ചില പോരുകൾ വഴിമാറുകയാണ്. ചില കൂടാരങ്ങളുടെ ഉള്ളറകൾ ഇപ്പോൾ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിടുതലിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. ചുടപരപല ഓ ജയം 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 ജയം. ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് കാവൽ നിൽക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഭവനം പണിയുന്നത് അവിടുന്നാണ്. ഞങ്ങൾ നന്നാ രാവിലെ എഴുന്നേൽക്കുന്നതും നന്നാ വൈകിട്ട് കിടക്കുന്നതും ഒന്നും വെറും വ്യർത്ഥമാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ ഉറക്കത്തിൽ തരുന്ന ദൈവം ഞങ്ങളുടെ കാവൽക്കാരനായിട്ടുണ്ടല്ലോ. ഇന്ന് പകൽ ഈ സഭയിലെ മുഴുവൻ കുടുംബങ്ങളെ ഒരു തീമതിലായി നിന്ന് അകത്തുള്ള ഞങ്ങളുടെ ദൈവമക്കളെ തീപ്പന്തങ്ങളാക്കി മാറ്റി. ഓ ഹല്ലേലൂയ. എതിരെ വാടകോരുന്ന പോരുകളെ കരിക്കാനുള്ള അഭിഷേകം നിന്റെ ജനത്തിൻ്റെ മേൽ ഇന്ന് പകൽക്കാലം പകരുന്നതിനായി സ്തോത്രം. ഞാൻ ഈ ദൂത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില രോഗബീജങ്ങൾ കരിയട്ടെ. കാൻസർ പോലെയുള്ള, ലുക്കേമിയ പോലെയുള്ള, വൈറൽ ഫീവർ പോലെയുള്ള ആത്മാവിനെതിരായി നിൽക്കുന്ന രോഗബീജങ്ങൾ ആത്മാവിന്റെ തീക്കകത്ത് കരിഞ്ഞു മാറട്ടെ. ചുടകൾക്ക് ഹല്ലേലൂയ. യേശുവിന്റെ നാമം ചൊല്ലി അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ.